ഹലോ ഗൈസ്, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരെത്തി. അപ്പോൾ ഇത് ഇപ്പോൾ സമയം 6:30 ആയിട്ടാ. 6:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ ഫുൾ വ്ളോഗ് എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഈ പറമ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിറയ്ക്കാനായിട്ട് പോവുകയാണെന്നുള്ളത്. സോ ഇന്ന് നമുക്കൊരു 3 വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 3 വണ്ടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാമല്ലോ എന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന നമ്മുടെ ഫോർഡ് ഫിയസ്റ്റയാണ്. കണ്ടല്ലോ, ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള വണ്ടികൾ നിങ്ങൾ ഏതെങ്കിലും പറമ്പിലോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഏതെങ്കിലും വീടുള്ള സ്ഥലം അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഊരി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ യൂസ് ചെയ്തിട്ട് ഒരുത്തന്നെ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാല പൊട്ടിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നമ്പർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ നോക്കിയിട്ട് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണല്ലോ പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും നമ്മളായിരിക്കും പിടിക്കുന്നത്. പിന്നെ വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മളിരിക്കാം, സോറി നിങ്ങളാ, ഓക്കെ, ആരാണോ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ആരുടെ വണ്ടിയുടെ നമ്പറാണ് യൂസ് ചെയ്യുന്നത് അവർ പെടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം, ഡ്രഗ്സ് ഒക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം മിസ്യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ വണ്ടിയുടെ നമ്പറാണോ അതിൻ്റെ ഉടമസ്ഥ ആരാണോ അവരായിരിക്കും പെടുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് അത് മനസ്സിലാവും, ചിലർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇതാക്കും. പക്ഷെ നാളെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പണി കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ നമ്പർ പ്ലേറ്റ് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ഊരിയിട്ടൊക്കെ വെക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇത് ഒരേ സമയം നല്ലതുമാണ്, എന്നാൽ അതേസമയം നമുക്ക് ദോഷകരവുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുക. എനിക്ക് ഇന്നിപ്പോൾ ഞാൻ നമ്മളുടെ മഹീന്ദ്രയിൽ പോയ സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ ഒരു വീട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന കണ്ടു, ഒരു കാട് പിടിച്ചൊരു സ്ഥലം. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഈ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിന്ന് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടി ഏതാ? ഫോർഡ് ഫിയസ്റ്റ. ആർക്ക്? ഇത് ഏകദേശം ഒരു 1,00,000 പേരോളം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ട് പുണ്ടോൻ്റെ വീഡിയോ. പാർട്സ് ഏകദേശം ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഒന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ദേ ഇവിടെ പൊളിക്കാനായിട്ട് വന്നേക്കുന്നത് ഫോർഡ് ഫിയസ്റ്റയാണ്. ഫോർഡ് ഫിയസ്റ്റയുടെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 14 ഇഞ്ചസിൻ്റെ 4 അലോയ്സ് വരുന്നുണ്ട്, സൈഡ് മിറർ, പിന്നെ ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റ് വലിയ പ്രശ്നമില്ല. ബമ്പർ ഈ സൈഡിൽ ഒരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്കുമോ? ബമ്പർ ഈ സൈഡിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോണറ്റ്, പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് കണ്ടീഷൻ. സ്റ്റിയറിങ്, AC വെൻസ്, അതുപോലെ തന്നെ സ്പീഡോമീറ്റർ, ഡോർ പാഡ്, ഡാഷ്ബോർഡ്, ഫ്രണ്ട് ഗ്ലാസ്, 4 ഗ്ലാസ്, സൈഡ് ഗ്ലാസ്. നോക്കിക്കോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു, അലോയ്സ്, ഇതാണ് അലോയ്സ് നോക്കിക്കോട്ടാ. പിന്നെ അതുപോലെ തന്നെ അതിനു വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ടെയിൽ ലൈറ്റ് നല്ലതാണ് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിക്കി ഡോറ് ഇങ്ങനെ തുറക്കും, അപ്പോഴായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ഒരു കൊത്ത് കിട്ടണത്. ഓക്കെ, അപ്പോൾ ഫോർഡ് ഫിയസ്റ്റയുടെ പാർട്സ് ഇത്രയും നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഇൻറ്റീരിയറിൽ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അടുത്ത് നമുക്ക് പൊളിക്കാനായിട്ട് ഇന്ന് വന്നേക്കുന്ന അല്ല, ജസ്റ്റ് ഇന്നത്തെയും കൂടെ കാണിക്കണ്ടേ, ഇന്ന് വന്നേക്കണ വണ്ടി. ഓക്കെ, നമുക്ക് ഒരു ഇൻഡിക്ക വന്നിട്ടുണ്ട്, ഫോർഡ് ഫിയസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ അതേ അവിടെ ഒരു KUV 100 മഹീന്ദ്രയുടെ ഒരു വണ്ടി നമുക്ക് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ
ഇന്നലെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചെന്ന വണ്ടികളൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ 3 നമുക്ക് കയറിയിട്ടുള്ളൂ നിലവില്. ഇപ്പൊ അതെ അവിടെ ഇൻഡിക്ക ഉണ്ട്, പിന്നെ വാഗനർ ഉണ്ട്, ഷെവർലെ ഒക്ട്ര, അതുപോലെ തന്നെ ഫോർഡ് ഫിയസ്റ്റ, ഗ്ലോബൽ ഫിയസ്റ്റ, അതുപോലെ തന്നെ ഫിയറ്റ് പുണ്ടോ, ഇൻഡിക്ക, പിന്നെ ഫോർഡ് മോണ്ടിയോ, സെൻ എസ്റ്റീലിയോ. ഈ സ്വിഫ്റ്റ് പൊളിക്കാല്ല. ഇത് നമ്മുടെ KUV 100, പിന്നെ എവിടെ ക്യാമറമാൻ എവിടെ? ഓ, ഞാൻ ക്യാമറമാനെ നോക്കി കിടക്കണം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഓർത്ത്. പിന്നെ അവിടെ കാണിച്ചില്ലായിരുന്നോ? പിന്നെ വാഗനർ 800, ഫിഗോ എന്താടി ഇങ്ങനെ ഇരിക്കണേ? വന്നത് മാത്രം ഓർമ്മയുണ്ട്. ഓ മൈ ഗോഡ്. പിന്നെ ഒമിനി വണ്ടിയുടെ കോലം നോക്കിക്കേ നിങ്ങള്. പാർട്സ് ഒക്കെ പോയി അതിന്റെ. എന്ത് പോക്കാണല്ലേ. പിന്നെ അതുപോലെ തന്നെ കൊറോള അടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒക്ടാവിയ അല്ലല്ല ഇത്. ഞാനത് ആലോചിച്ചായിരുന്നു, എനിക്കൊരു എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് ഊരി നോക്കണമെന്നുള്ള ഒറ്റക്ക്. പിന്നെ കൊറോള, ടാറ്റ നാനോ, പിന്നെ ബീറ്റ് കിടക്കുന്നുണ്ട്. ബീറ്റിന്റെ പാർട്സ് ഒക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. പിന്നെ ടാറ്റ സെസ്റ്റ്. ഇത് സ്പോയിലർ ആർക്കെങ്കിലും വേണോ? നമ്മുടെ ഇതിന്റെ ആണ്, ഷെവർലെ ഒപ്ട്രയുടെ ഇതാണ്, എന്തുവായിരുന്നു സ്പോയിലർ ബാക്കിൽ വരുന്നത്. ഇതില് റിയർ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊറോള. അപ്പൊ എനിക്ക് ഏതൊരു വണ്ടി ഞാൻ മിസ്റ്റേക്കില് പറയാം, ഏതൊരു വണ്ടി ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സെയില് വന്ന പിന്നെ ഷെവർലെ സെയില്, ടാറ്റ സെസ്റ്റ് 800, പിന്നെ എന്താണ് വാഗനർ, സ്വിഫ്റ്റ്. ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് പൊളിക്കാനായിട്ട് വന്നാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ എഞ്ചിനൊക്കെ ഊരി നമ്മൾ അവിടെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് ഇപ്പൊ കിടക്കുന്നത്. പിന്നെ ടാറ്റ നാനോ 800. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഈ പ്ലോട്ടിൽ, പുതിയ പ്ലോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പുറത്ത് വേറൊരു പ്ലോട്ട് ഉണ്ട്, അത് ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അവിടെ ഇപ്പോ സൈലോ ഉണ്ട്, പോളോ കിടക്കുന്നുണ്ട്, ക്വിഡ് ഉണ്ട്, പത്മിനി ഉണ്ട്, 800 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏതായിരുന്നു പോളോ കിടക്കുന്നുണ്ട്. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒറ്റയടയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ സെന്നസ്റ്റീലിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എന്തുട്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത്? എറണാകുളം പുല്ലേപ്പടിയിലായിട്ടാണ്. പുല്ലേപ്പടി പാലത്തിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഹോമിയോ ഹോസ്പിറ്റൽ റോഡുണ്ട്. ആ റോഡ് കയറി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ യാർഡ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. സോ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒന്നത്തെ കാര്യം സന്ധ്യയായി, പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.